സർ, കഥേമയിൽ ഇന്ന് എന്തായിരിക്കും വിഷയമെന്ന് പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അതായത് ഇപ്പോൾ യുക്രൈൻ റഷ്യയുടെ ഒരുപാട് വിമാനങ്ങൾ വീഴ്ത്തി എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് 41 അല്ലേ ബോംബറുകൾ നശിപ്പിച്ചു എന്നാണ്. വേറെ ചില റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് 4 ബോംബറുകളാണ് തകർന്നത് എന്ന് പറഞ്ഞ പോലെ. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരുപാട് തകർത്തു എന്ന് ഷഹബാസ് ഷെരീഫും ഒക്കെ പറഞ്ഞിരുന്നില്ലേ? അതെ, പിന്നെ അവരെ അനുകൂലിക്കുന്ന പത്രങ്ങളിലൊക്കെ അതിന്റെ വാർത്തകളും ഒക്കെ വന്നില്ലേ? അതുപോലെ 1971 പാകിസ്ഥാന്റെ അവകാശവാദങ്ങളുണ്ട്. ഇന്ത്യ പാക് യുദ്ധത്തിൽ. അന്ന് ബംഗ്ലാദേശ് ഉണ്ടായ യുദ്ധമാണല്ലോ 1971. അപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പത്രം, അത്യാവശ്യം രാജ്യാന്തര ആദരവും ഒക്കെ നേടിയിട്ടുള്ള പഴയ പത്രമാണ്. ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടത് ഡോൺ എന്ന് പറഞ്ഞ പത്രം. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച പത്രമാണത്. മലയാളി അതെ, പോത്തൻ ജോസഫ് അതിന്റെ പത്രാധിപരായിരുന്നു ഡോണിന്റെ. അപ്പോൾ പോത്തൻ ജോസഫൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നിലവാരം പാകിസ്ഥാനം ഉണ്ടായി. അതായത് ഒരു പത്രം കണ്ടാൽ പത്രം പോലെ ഇരിക്കണമല്ലോ. അതിൻ്റെ ഉള്ളടക്കത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. പോത്തൻ ജോസഫ് പലതിലും പ്രവർത്തിച്ചിട്ടാണ് പിന്നെ ഡോണിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പത്രത്തിൻ്റെ രൂപവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ ടച്ച് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ്. അപ്പോൾ ആ കാലത്ത് 13 ദിവസത്തെ യുദ്ധത്തിൽ ഡോൺ പ്രസിദ്ധീകരിച്ച ഈ വാർത്തകൾ 1-ാം പേജുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ. അത് നോക്കിയാൽ അവരുടെ അവകാശവാദം എല്ലാ ദിവസവും ഇന്ത്യയുടെ വിമാനം വീഴ്ത്തിയത് അവർ പറഞ്ഞത് നോക്കിയാൽ ഇന്ത്യക്ക് 583 വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അന്ന്. ഇന്ത്യക്ക് എവിടെ നിന്നാണ് 580? ഈ ഓരോ ദിവസവും ഇങ്ങനെ അവിടുത്തെ മണ്ടന്മാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഥകളുണ്ടാക്കുകയാണ് നമ്മൾ. അതായത് 93,000 ഭടന്മാര്, പാക് ഭടന്മാർ ഇന്ത്യക്ക് കീഴടങ്ങിയ ശേഷവും അതവിടെ പറയുന്നില്ല ഡോൺ. നമ്മൾ കീഴടങ്ങി എന്ന് പറയില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും നമ്മൾ ഇത്ര വിമാനം വീഴ്ത്തി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അന്നത്തെ പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ കാൾ മാർക്സ് എന്ന് പറഞ്ഞ ആൾ ഒരുപാട് ഈ ഖണ്ഡികകൾ മോഷ്ടിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഫ്രീഡ്രിക് ഹെഗൽ എന്ന് പറഞ്ഞ വലിയൊരു തത്വചിന്തകൻ, ജർമ്മൻ തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സിദ്ധാന്തങ്ങളും എടുക്കുക. പിന്നെ ഫോയർബാക്കിൻ്റെ എസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിൽ നിന്നുള്ള കുറേ വിവരങ്ങൾ എടുക്കുക. എന്നിട്ട് യേശുവിനൊരു തൊഴിലാളിയായിട്ട് കാണുന്ന പുസ്തകമാണത്. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ സ്ഥാനത്ത് തൊഴിലാളിയെ പ്രതിഷ്ഠിക്കുക, ഹെഗലിൻ്റെ കുറേ സിദ്ധാന്തങ്ങൾ എടുക്കുക. ഇങ്ങനെയാണ് ഈ മോഷ്ടിച്ചിട്ടാണ് മാർക്സിസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെഗൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന ഗുരുസ്ഥാനീയനായ ഒരാളാണ്. വലിയ അങ്ങനെ ഈ കുറച്ചൊക്കെ ധർമ്മചിന്തയും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങേര് പറഞ്ഞിട്ടുണ്ട്, നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് നാം ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നാണ്. ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് ഒന്നും പഠിക്കുന്നില്ല. നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത് നാം ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ പണ്ടിങ്ങനെ തള്ളിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഇപ്പോഴും അതിന് യാതൊരു കുറവും ഈ ഡിജിറ്റൽ യുഗത്തിലും വന്നിട്ടില്ല. ഇത് ഈ രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനി തോക്കുകയാണല്ലോ. ജർമ്മനി തോറ്റു കഴിഞ്ഞപ്പോഴും ജർമ്മനി സമ്മതിക്കുന്നില്ല ജർമ്മനി തോറ്റു എന്ന്. അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂത അനുകൂലികളായ ആളുകളുടെയൊക്കെ തന്ത്രം, അവരുടെ ഗൂഢാലോചനയാണ് നമ്മൾ തോറ്റു എന്ന് പറയുന്നത് എന്നാണ് ജർമ്മനി പറഞ്ഞുകൊണ്ടിരുന്നത്. ജർമ്മനി ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ ജർമ്മനിലെ പത്രങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ജൂതരാണ് തോൽപ്പിച്ചത് എന്ന് അവകാശപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ അവരൊക്കെ പറഞ്ഞു പരുത്തുന്നതാണ് ഇതൊക്കെയാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ഇവരെല്ലാവരും. ഇതാണ് ജർമ്മനിയിലെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യം പിന്നെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പല ഭാഗത്തും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മറാത്ത സാമ്രാജ്യം
നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാബ്, സിന്ധ്, മുൾട്ടാൻ, കശ്മീർ, അതായത് അന്ന് ഇന്ത്യയിൽ പണ്ട് കാലത്ത് മറാത്ത സാമ്രാജ്യം ഒരു വശത്ത് നിൽക്കുന്നു, വലിയ സാമ്രാജ്യമായിട്ട്. മറ്റേത് പഞ്ചാബ്, അത് സിന്ധിലേക്ക്, മുൾട്ടാനിലേക്ക്, കശ്മീരിലേക്ക്, കിഴക്ക് ടിബറ്റ് അതിർത്തി വരെ വ്യാപിച്ച് കിടക്കുകയായിരുന്നു ഈ പഞ്ചാബ് എന്ന് പറയുന്ന വലിയ സ്ഥലം. പടിഞ്ഞാറാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വരെ ഈ സിഖ് രാജ്യം വ്യാപിച്ച് കിടന്നിരുന്നു. ഇത്രയും വലുതായിരുന്നു നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിന്ന സ്ഥലം വളരെ വിശാലമായിട്ടുള്ള സ്ഥലമാണ്. 1965 ജൂൺ 1 ഒരു പാകിസ്ഥാൻ ഓഫീസർ ഡോൺ പത്രത്തിനോട് പറഞ്ഞു, അത് ഈ 1965 യുദ്ധത്തിന് മുമ്പ് പറയുകയാണ്, നമ്മുടെ യുദ്ധം ഒരു മുഹമ്മദ് അലി സ്റ്റൈലിൽ വേണമെന്ന്. മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടൊരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാഷ്യസ് ക്ലേ എന്ന് പറഞ്ഞ ആളാണ് മതം മാറി മുഹമ്മദ് അലി ആകുന്നത്. അപ്പോൾ ഒരു മുഹമ്മദ് അലി ക്ലേ സ്റ്റൈലിൽ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങുകയാണ്. മധ്യകാല സ്പെയിനിലെ മുസ്ലിം വിജയം ഉണ്ടല്ലോ, മധ്യകാല സ്പെയിനിനെ നടക്കുന്ന മുസ്ലിം അധിനിവേശം, അവിടെ ഇസ്ലാം അധിനിവേശം നടത്തുന്നത് പോലെ ഇന്ത്യയിൽ അധിനിവേശം നടത്താം എന്നാണ് അവർ സ്വപ്നം കണ്ടത്, ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. അപ്പോൾ ഈ ജിബ്രാൾട്ടർ എന്ന് പേരിട്ടതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേറെ എന്തെങ്കിലും ഇല്ലേ, ഖുറാനിൽ നിന്ന് വല്ല വാക്കുമെടുത്തിട്ടല്ലേ ഇടേണ്ടിയിരുന്നത്. ഈ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് ഇന്ത്യക്കെതിരായ യുദ്ധത്തിന് പാകിസ്ഥാൻ പേരിട്ടത് ആ സ്പെയിനിൽ ഇസ്ലാം നടത്തിയ അധിനിവേശത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്തത്. അപ്പോൾ അവർ ഇന്ത്യയിൽ ആ യുദ്ധത്തിൽ പിടിച്ചതിനേക്കാൾ 4 ഇരട്ടി സ്ഥലം ഇന്ത്യ ആ യുദ്ധത്തിൽ പിടിച്ചിരുന്നു. 1920 ചതുരശ്ര മൈൽ നമ്മൾ പാകിസ്ഥാൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. ഹാജിപ്പൂർ ചുരം ഇന്ന് POKയിലുള്ള അത് നമ്മൾ സ്വന്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ 540 ചതുരശ്ര മൈലാണ് ഇന്ത്യയുടെ സ്ഥലം പിടിച്ചിരുന്നത്. കൂടുതലും അവർ പിടിച്ചത് രാജസ്ഥാൻ മരുഭൂമിയുടെ ഭാഗമായിരുന്നു. പക്ഷേ 1966 ജനുവരി 10 താഷ്കൻഡിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഒപ്പിട്ട കരാർ പ്രകാരം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ പിടിച്ച സ്ഥലം ഇല്ലേ, POK ഒക്കെ വിട്ടുകൊടുക്കുകയാണ് അങ്ങോട്ട്. 1971 യുദ്ധത്തിൽ 93,000 പാകിസ്ഥാൻ ഭടന്മാർ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ്. ആ ജനറൽ നിയാസി എന്ന് പറഞ്ഞ അന്ന് ധാക്കയിലുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അയാളുടെ സർവീസ് റിവോൾവർ കൈമാറിക്കൊണ്ടാണ് കീഴടങ്ങുന്നത്. രാജ്യം രണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുറിവല്ലേ. എന്നിട്ട് ഡോണിൻ്റെ ഇനി 13 ദിവസത്തെ 1-ാം പേജിൽ 1971 യുദ്ധകാലത്തിൽ വന്ന കാര്യം പറയാം. ഡിസംബർ 3 ഇങ്ങോട്ട് ആക്രമിക്കുക പാകിസ്ഥാൻ. ആദ്യം അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ സാധാരണ ചെയ്യുന്നത്. ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചടിക്കുകയാണ്. പക്ഷെ അവരെഴുതുന്നത് ഡോൺ ഡിസംബർ 4 അടുത്ത ദിവസത്തെ പത്രം. പാകിസ്ഥാൻ എയർഫോഴ്സ് PAF ആഗ്ര ഉൾപ്പെടെ ഇന്ത്യയുടെ 7 വ്യോമതാവളം പിടിച്ചു. ഇതാണ് ശീർഷകം. അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. എന്നിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനെ 7 സ്ഥലത്ത് ഇന്ത്യ ആക്രമിച്ചു. പടിഞ്ഞാറൻ പാകിസ്ഥാനെ 7 സ്ഥലത്ത് ഇന്ത്യ ആക്രമിച്ചു എന്ന്. ഇന്ത്യ അല്ല ആക്രമിച്ചത്, പാകിസ്ഥാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ആക്രമിച്ചു എന്നാണ് ശീർഷകം. ഇതാണ്, അതായത് PAF 7 എയർഫീൽഡ് ആക്രമിച്ചു. വെസ്റ്റ് പാകിസ്ഥാൻ അറ്റാക്ഡ് അറ്റ് 7 പോയിന്റ്സ്. അതാണ് ശീർഷകത്തിലുള്ളത്. 1971 പിന്നെ ഡിസംബർ 5 പത്രം. അന്ന് പാകിസ്ഥാൻ ഡോണിൻ്റെ ശീർഷകം പാകിസ്ഥാൻ 49 ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തി. ഇനി കണക്കെടുക്കുമ്പോഴാണ് ഈ 583 വരുന്നത്. പാകിസ്ഥാൻ 49 ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തി. ഒറ്റ ദിവസേ 49 വിമാനം നമ്മുടെ വീഴ്ത്തിയെന്ന്. ആകെ ഈ 13 ദിവസത്തെ യുദ്ധത്തിൽ 45 ഇന്ത്യൻ വിമാനങ്ങളാണ് തകർന്നത്.
മൊത്തം അതാണ് ഡാറ്റ. ഡിസംബർ 4-ന് നമ്മൾ കറാച്ചി ആക്രമിച്ചു. ഈ പറയുന്ന ദിവസം സംഭവിച്ച കാര്യം, അല്ലാതെ നമ്മുടെ 45 വിമാനം വീഴ്ത്തുകയല്ല. നമ്മൾ കറാച്ചി ആക്രമിച്ചു. ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്നായിരുന്നു ആ ഓപ്പറേഷൻ്റെ പേര്. അവരുടെ കപ്പലുകൾ PNS ഷാജഹാൻ, PNS ഖൈബർ, PNS മുഹാഫിസ്, ഈ 3 കപ്പലുകളും നമ്മൾ തകർത്തു കറാച്ചിയിൽ. ഇതൊന്നും ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത ദിവസം ഡിസംബർ 6 അവരുടെ ഡോൺ എഴുതുകയാണ്, PAF ഷോട്ട് ഡൗൺ 74 ജെറ്റ്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ 74 വിമാനം വീഴ്ത്തിയെന്ന് ഒറ്റ ദിവസം, ആദ്യത്തെ ദിവസത്തേക്കാൾ. കാരണം മദ്രസ പൊട്ടന്മാർ വിശ്വസിച്ചല്ലോ, അപ്പോൾ ഒത്തിരി കൂട്ടി വെച്ചു, 30 കൂടി കൂട്ടി 74 ജെറ്റുകൾ വീഴ്ത്തി എന്നായി. PF പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ശരിക്കും മൊത്തത്തിൽ നഷ്ടപ്പെട്ടതാണ് 75 വിമാനങ്ങൾ ആ യുദ്ധത്തിൽ. നമുക്ക് 45, അവർക്ക് 75. ഡിസംബർ 7 ഡോൺ, PAF ഷോട്ട് ഡൗൺ 95 ജെറ്റ്സ്. ഇന്ത്യയുടെ 95 വിമാനം വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മുടെ മിസൈൽ ബോട്ട് മുക്കി കശ്മീരിൽ 15 മൈൽ പിടിച്ചു. ആ ദിവസത്തെ ശീർഷകങ്ങളാണ് അവരുടെ. ഡിസംബർ 8 ഇന്ത്യയുടെ 104 വിമാനം തകർത്തു ഒറ്റ ദിവസം കൊണ്ട്. ഡിസംബർ 9 നമ്മൾ ചെയ്യുകയാണ് ഓപ്പറേഷൻ പൈത്തൺ എന്നുള്ള ഓപ്പറേഷൻ. നമ്മൾ കറാച്ചിയിൽ വീണ്ടും ആക്രമണം നടത്തി. അത് ഡോണിലില്ല. ഡിസംബർ 10 അവർ പറയാണ് ഗെയിൻസ് ഇൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഡിസംബർ 10 എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കഴിഞ്ഞിട്ട് ഡോണിൽ കീഴടങ്ങിയ വാർത്തയില്ലാതെ പാകിസ്ഥാന് കിഴക്കും പടിഞ്ഞാറും വിജയം, സ്ഥലങ്ങൾ പിടിച്ചു എന്നാണ് വിളിക്കുന്നത് കീഴടങ്ങിയ ശേഷമുള്ള വാർത്ത. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശം, പച്ചക്കള്ളം പറയുക. ഡിസംബർ 11 കീഴടങ്ങിയ ശേഷം ഒരു ദിവസമായല്ലോ, ഇന്ത്യയുടെ 120 വിമാനം വീഴ്ത്തി എന്നാണ് ഡോണിൻ്റെ ശീർഷകം. ഡിസംബർ 18 ഡിസംബർ 10 കീഴടങ്ങി കഴിഞ്ഞു. ഡിസംബർ 18 ഡോൺ പറയാണ് 141 ഇന്ത്യൻ വിമാനം വീഴ്ത്തി എന്ന്. ഒരാഴ്ച കഴിഞ്ഞിട്ടും യാഹ്യ ഖാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പറയുന്നത് അവര് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന്. നമ്മൾ ധാക്ക ആക്രമിച്ച് കീഴടക്കിയിട്ട് അല്ലേ, അവരുടെ 93,000 ഭടന്മാർ 93,000 പേര് കീഴടങ്ങി കഴിഞ്ഞു എന്നിട്ടാണ് ഈ പറയുന്നത്. ഡിസംബർ 17 വരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കീഴടങ്ങിയ വാർത്ത ഡോണിൽ വന്നില്ല. ഇനി ഓരോ ദിവസം ഇന്ത്യയുടെ വിമാനം തകർത്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മൊത്തം കണക്കെടുത്താൽ 583 വിമാനം. ഇന്ത്യയുടെ 583 വിമാനം 1971 യുദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ഡോണിൻ്റെ 1-ാം പേജുകളിൽ ഓരോ ദിവസം പ്രസിദ്ധീകരിച്ച് കണ്ടാൽ മനസ്സിലാവുക. അത്ര വിമാനം തന്നെ നമുക്കില്ല. അപ്പോൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇങ്ങനെ ആകെ 45 വിമാനം നമ്മുടെ തകർന്നു, അവരുടെ 75. നമ്മളും കൂട്ടുന്നില്ല. ഇതാണ് സംഭവിച്ചത്. അന്നേരം ആ പത്രത്തിന്റെ ക്രെഡിബിലിറ്റി അത് ബാധിച്ചിരുന്നില്ലേ? വിശ്വാസ്യത. അതെ, അല്ല, അത്രയും ദിവസം അവർ വിശ്വസിച്ച്, അവർ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും വിശ്വസിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഈ യുദ്ധത്തിലും നമ്മുടെ കുറേ വിമാനങ്ങൾക്ക് നേരെ വിമാനങ്ങൾ തകർത്തു. അത് റഫാൽ തകർത്തു, മിറാഷ് തകർത്തു. ഇതൊക്കെ അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിട്ടില്ലേ? അതുപോലെ അപ്പോൾ അവിടുത്തെ നാഷണൽ ഡെയിലി എന്നുള്ള രീതിയിൽ അവരങ്ങ് വിശ്വസിക്കും. അവിടെ ഇവിടുത്തെ പത്രങ്ങളൊന്നും വിൽക്കുന്നില്ലല്ലോ. അവിടെ അവിടുത്തെ പത്രവും ജിയോ TV എന്ന് പറഞ്ഞ TVയും ഒക്കെ അല്ലേ പ്രധാനം. അവർ അല്ലാത്ത മാത്രമല്ല, ഇന്ത്യയിലെ പത്രങ്ങളിലും TVയിലും വരുന്നത് അവർ സത്യമാണെന്നും വിശ്വസിക്കില്ല. കാരണം മദ്രസയിലാണല്ലോ പഠിച്ചത്. മറ്റൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാഫറുകൾ പറയുന്നത് എന്തിനു വിശ്വസിക്കുന്നു? ഇതാണ് പാകിസ്ഥാൻ്റെ പാരമ്പര്യം, മാധ്യമ പാരമ്പര്യം, മഹത്തായ മാധ്യമ പാരമ്പര്യം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ 1971 യുദ്ധത്തിൻ്റെ ഇത്രയും വിവരങ്ങളാണ് സാറ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം നമുക്ക് പലപ്പോഴും അറിയത്തില്ല, നമ്മൾ ഇങ്ങനെയാണ് പച്ചക്കള്ളങ്ങൾ അവരുടെ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്. ഇന്നും ഏതാണ്ട് 2025 അത് സംഭവിച്ചു. അപ്പോൾ 71 കാര്യം എന്ന് പറയുന്നത് ഇത്രയും പോലും സാങ്കേതിക വിദ്യയൊന്നും ഇല്ല, കാര്യങ്ങൾ അറിയാൻ മാർഗ്ഗമില്ല. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് അവിടുത്തെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ആ ഭരണകൂടം മുന്നോട്ട് പോയത് അല്ലേ? അതെ, അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവും പാകിസ്ഥാനികൾ.
1971 ഇന്ത്യയുടെ 583 വിമാനം വീഴ്ത്തി. ഇപ്പം തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ കണ്ടതാണ്. ഷഹബാസ് ഷരീഫും വിശ്വസിച്ചിരിക്കുന്നത് ഇതൊക്കെ വീഴ്ത്തിയെന്നാണ് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ മുനീർക്ക ഒരു ചിത്രം കൊടുത്തില്ലേ സമ്മാനിച്ചില്ല ഒരു വിരുന്നില്, ചൈനയുടെ റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ പടം. ചിത്രം മുനീർ പറഞ്ഞതൊക്കെ ഷഹബാസ് ഷരീഫും വിശ്വസിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.